എന്തുകൊണ്ടാണ് ജയിലിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഇന്ന് രാവിലെ വരെ കാത്തിട്ട് വന്നത്? അതിന്റെ പ്രധാന കാരണം എന്തോ ടെക്നിക്കൽ ഡിഫക്റ്റാണ് പറഞ്ഞത്. ഇന്ന് രാവിലെയാണ് റിലീസ് ഓർഡറുമായിട്ട് ജയിലിലെത്തുന്നത്. ഇന്നലെ എത്തുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിലും ഇന്നലെ എന്നെ ആരും അപ്രോച്ച് ചെയ്യുകയോ ഒന്നും ഉണ്ടായില്ല. വരുമെന്ന് പറയുകയുണ്ടെങ്കിലും ഇന്നലെ ഉണ്ടായില്ല. പിന്നീട് അറിഞ്ഞത് എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ആണെന്നുള്ളതാണ്. ഇന്ന് കാലത്താണ് ഇറങ്ങാൻ സാധിച്ചത് എന്നുള്ളതാണ്. പക്ഷെ അതിനുശേഷം അങ്ങ് തന്നെ പറഞ്ഞിരുന്നത് ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയാതിരുന്നത് അവിടെ മറ്റ് ഇത്തരത്തിൽ 5000 രൂപയ്ക്ക് 10000 രൂപ കെട്ടിവെക്കാനില്ല തടവുകാർ ഉള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയാണെന്നാണ്. അതെ, അതിന് വേണ്ടി ഇറങ്ങാതിരുന്നതല്ല. അങ്ങനെ ഒരു കാരണം ഉണ്ടായിരുന്നു. ഇറങ്ങാൻ ഇരിക്കാനുള്ള കാരണം അതല്ല മെയിനായിട്ട്, ഇന്നലെ വരാത്തതുകൊണ്ടാണ്. പക്ഷേ അവിടെ ഒരുപാട് പേര് എന്താ പറയുക, റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ പോയതും അതുപോലെ ചെറിയ ചെറിയ കേസുകളായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഒരുപാട് പേരോട് എന്നോട് സഹായം ചോദിച്ചു. സാമ്പത്തിക സഹായം നമ്മൾ ചെയ്യാറുള്ളതാണ്. ബോച്ചെ ഫാൻസ് ഇതിലൂടെ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാമെന്നും മാത്രമല്ല, അതിനോട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ കണ്ടപ്പോൾ അങ്ങനത്തെ ഒരു ലീഗൽ എയ്ഡ് സംവിധാനങ്ങൾ ചെയ്യണമെന്ന് തോന്നി നമ്മൾ പല പ്രവർത്തനങ്ങളിൽ. അതിനെക്കുറിച്ചൊക്കെ അവിടുന്ന് സംസാരിക്കുകയും പിടിക്കുകയൊക്കെ ഉണ്ടായി. എന്നല്ലാതെ അതിനു വേണ്ടി ഇറങ്ങാതിരിക്കുക എന്നല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. കോടതി വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. അതുപോലെ ഞാൻ ഇന്നലെ രാത്രി വന്നിട്ട് ഞാൻ ഒപ്പിട്ടില്ല, നിരസിച്ചു എന്ന്. ഇന്നലെ രാത്രി കൊണ്ടുവരികയോ ഒപ്പിടാനോ ഒന്നും അവിടെ അങ്ങനെ ഒരു സംവിധാനം ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് രേഖാമൂലമുള്ള കാര്യങ്ങളല്ല ഒപ്പിടാനോ പിടിക്കാനോ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ഒപ്പിടാൻ നിരസിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതിരൂക്ഷമായ ഭാഷയിലാണ് കോടതി ഇന്ന് ആവർത്തിച്ച് പരാമർശം ഉണ്ടായത്. ബോച്ചെ മാപ്പ് പറയണമെന്നടക്കമുള്ള പരാമർശങ്ങളാണ് കോടതിയിൽ നിന്ന്. ഞാൻ പലപ്പോഴും നേരത്തെ വിളിച്ചപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ മനഃപൂർവ്വം ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയാറില്ല. കഴിയാവുന്ന സഹായങ്ങൾ മാത്രം ചെയ്യുന്നൊരു വ്യക്തിയാണ്. പിന്നെ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും എൻ്റെ വാക്കുകൊണ്ട് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് പറയാൻ യാതൊരു ബുദ്ധിമുട്ടോ ഈഗോ കോംപ്ലക്സ് ഇല്ലാത്ത ആളാണ്. കോടതി പറയുന്നത് കോടതിയോട് മാപ്പ് പറയണം, അതായത് നിർബാധ്യം ഖേദം പ്രകടിപ്പിക്കണം എന്നുള്ളതാണ്. കാരണം വളരെ രൂക്ഷമായിട്ട് കോടതി വിമർശിക്കുകയും ചെയ്യുന്നു. നാടകം കളിക്കുന്നു എന്നൊക്കെയാണ് കോടതി ഉപയോഗിച്ച വാക്കുകൾ. കോടതിയോട് തീർച്ചയായിട്ടും ഞാൻ മാപ്പ് ചോദിക്കും. കാരണം കോടതിയെ ഞാൻ ബഹുമാനിക്കുന്നു. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് കോടതിയെ ധിക്കരിച്ചു എന്നുള്ള ഒരു സംഭവം എന്നെ കുറിച്ചിട്ടുണ്ടായിട്ടില്ല. ഇനിയും ഉണ്ടാവില്ല ഭാവിയിൽ. ഇത്ര കാലത്തിനിടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ്. ഈ നിയമവ്യവസ്ഥയോട് സ്വാഭാവികമായിട്ടും ഹൈക്കോടതി പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടാണ് ജാമ്യം അനുവദിക്കുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ളൊരു നാടകം കളിക്കുന്ന അടക്കമുള്ള പരാമർശങ്ങൾ കോടതിയിൽ നിന്നുണ്ടാകേണ്ടി വരുന്നത്. എന്താണ് ഈ ഒപ്പമുള്ള ആളുകളുടെ ഭാഗത്തു നിന്നാണോ ഇത് സംഭവിക്കുന്നത്? ഒരിക്കലും നാടകം കളിക്കുക എന്നുള്ള അങ്ങനെയൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ മീഡിയകളിലൊക്കെ നാടകം എന്നുള്ളൊക്കെ അങ്ങനെയൊക്കെ പല രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാരണവശാലും നമ്മളൊരു ബിസിനസ്മാനാണ്. കോടതിയോടൊക്കെ അങ്ങനെ കളിക്കുക, ആരെങ്കിലും വിവരമുള്ളവരാരും കളിക്കില്ല. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. ഒരിക്കലും ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടെ അങ്ങനെ ഒരിക്കലും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ആ രീതിയിലേക്കുള്ള അങ്ങനെയൊക്കെ ചർച്ചകൾ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്നത്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ എനിക്ക് വിശ്വാസമുണ്ട്. കോടതിയോട് എന്നും ബഹുമാനം മാത്രമേ ഉള്ളൂ. എൻ്റെ വാക്കുകൊണ്ട് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. എങ്കിൽ പോലും അതിന് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. അതിൽ എനിക്ക് യാതൊരു കുറവില്ല എന്നതാണ്. ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല.